ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലാൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് ഇന്ന് നോക്കാനുള്ളത് എന്താണ് ഇ കോമേഴ്സ്, അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഇ കോമേഴ്സ് എന്നതിനെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്തത്. എന്താണ് ഇ കോമേഴ്സ്? ഇ കോമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്കിലൂടെ നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനാണ് പറയുന്നത് ഇ കോമേഴ്സ്. അത് തന്നെയാണ് ഇതിന്റെ അർത്ഥം എന്നുള്ളത്. അത് ജസ്റ്റ് എന്താണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കുറച്ച് പോയിന്റ്സ് ആയിരിക്കുന്നതാണ്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമുക്ക് എന്താണ് ഇ കോമേഴ്സ് എന്നുള്ളത് നമ്മൾ എല്ലാവർക്കും സജീവമായിട്ടുള്ളൊരു എന്താണ് ഒരു ബിസിനസ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഒരു മെത്തഡോളജി രീതി ശാസ്ത്രപരമായിട്ട് എന്താണ് മോഡേൺ ബിസിനസ് ആണ് എന്നതാണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്. അതുകൊണ്ട് അതെങ്ങനെയാണ് നമുക്ക് എന്താണ് മോഡേൺ ബിസിനസ് രീതിയിലേക്ക് എത്താനാകും? ഒന്നാമത്തത് എന്താണ്, നമുക്കറിയാം ബിസിനസ് നടത്തുകയാണെങ്കിൽ ആ ബിസിനസ് നടത്തുന്നതിന് നമുക്ക് കസ്റ്റമേഴ്സിന് എന്തുണ്ടാവും, ഒരുപാട് പ്രോഫിറ്റ് ലാഭം ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ഉണ്ടാകുന്നത്. ജനങ്ങൾക്ക് ലാഭം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നതിനാണ് ബിസിനസ് വളരുന്നത്. സോ എന്താണ് റെഡ്യൂസ്ഡ് കോസ്റ്റ് എന്താണ് ചിലവ് കുറയും. പിന്നെ എന്തുണ്ട് ഇംപ്രൂവ് ക്വാളിറ്റി എന്താണ് ഇംപ്രൂവ്ഡ് ആണ്. അതുപോലെ തന്നെ എന്താണ് സർവീസസ് ഇംപ്രൂവ് ആണ്. പിന്നെന്താണ് ഇൻക്രീസ് സ്പീഡ്. നമുക്കറിയാം നമ്മൾ ഇപ്പൊ സ്വിഗ്ഗിയിലൊക്കെ നമ്മളിപ്പോ അടുത്ത് അല്ലെങ്കിൽ വീട്ടിലേക്ക് വരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുക, നമ്മൾ ഓർഡർ ചെയ്തിട്ട് സാധനങ്ങൾ എത്തിക്കുന്നതാണ് അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെന്താണ് പേപ്പർലെസ് വർക്ക് എന്നാണ്. നമ്മൾ ഇന്റർനെറ്റ് വന്നതോടുകൂടി നമുക്കറിയാം നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ പേപ്പർ ഉപയോഗിച്ച് ചെയ്ത പല കാര്യങ്ങളും എന്താണ് ഇത് നമ്മൾ ഇന്റർനെറ്റിലൂടെ ടെസ്റ്റ് ആയിട്ട് അയക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ഇ ഡി ഐ. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ച്. അതായത് കമ്പനി മറ്റൊരു കമ്പനിക്ക് സോഫ്റ്റ്വെയറിൽ കൂടി, അതായത് പേപ്പറിന്റെ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ട് സോഫ്റ്റ്വെയറിലൂടെ എന്ത് ചെയ്യുക, തന്റെ വിവരങ്ങൾ ഡാറ്റകൾ എന്ത് ചെയ്യുക പാസ് ചെയ്യുക. പിന്നെ അടുത്തതാണ് മെയിൽ. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾക്ക് പ്രൊഡക്റ്റ് മാറ്റണം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യും, ഇമെയിൽ ആയിട്ടാണ് എന്ത് ചെയ്യുക അയക്കുക. പിന്നെന്താണ് EFT, അതായത് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. നമ്മളിപ്പോ എന്താണ് നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങുകയാണെങ്കിൽ നമ്മൾ എന്താ ജിപേ ചെയ്ത് കൊടുക്കുക. അതോടുകൂടി നമ്മൾ എന്താണ് ചില സമയത്ത് നമുക്ക് എന്താണ് ഇപ്പൊ പുറത്തൊരു നമ്മളെ സുഹൃത്ത് എന്തെങ്കിലും കടായിട്ട് വേറെ ഒരാളെടുത്ത് ഇടങ്ങളാകാതെ നമ്മൾ ഒറ്റ ഫോൺ കോളിൽ നമുക്ക് എന്താ പറയാ പെട്ടെന്ന് കിട്ടിയത് കാര്യം നേടിക്കൊടുക്കുന്നത്. പിന്നെന്താണ് ഈ കൊമേഴ്സ് എന്നുള്ളത് എന്താണ് വൈഡ് റേഞ്ച് ഓൺലൈൻ ബിസിനസ് ആക്ടിവിറ്റിയാണ്. എന്തുകൊണ്ട് നമ്മളിപ്പോ ഒരു ഉദാഹരണത്തിന് ആമസോൺ എടുത്തു നോക്കും. ആമസോൺ എവിടെയുള്ള സ്ഥാനമാണ്. ആ സ്ഥലത്ത് അതിനുള്ളിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നുള്ളത് ലോകമെമ്പാടുമുള്ള ആൾക്കാർ അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതെന്താണ് ഒരു വൈഡ് റേഞ്ച് ബിസിനസ് ആണ്. പിന്നെന്താണ് അതിന്റെ പാർട്ടീസ്, ഈ കൊമേഴ്സിൽ പാർട്ടീസ് എന്താണ് ഇന്ററാക്ട് ചെയ്യുന്നത് ഇലക്ട്രോണിക്കലിയാണ്. നമുക്കറിയാം നമ്മൾ നേരിട്ട് പോയിട്ടല്ല ഇന്ററാക്ട് ചെയ്യുന്നത്, മറിച്ച് എന്താണ് ഫോൺ ഉപയോഗിച്ചിട്ട്. നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെ എന്താണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി മതി. എന്താണ് നമ്മൾ ഇലക്ട്രോണിക്, നമ്മൾ ഫോൺ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് വാങ്ങുന്നതും വിൽക്കുന്നതും ഒക്കെ. പിന്നെ അതിന് നമ്മൾ കുറച്ച് കാറ്റഗറീസ് ആക്കിയിട്ടുണ്ട്. ആർക്കൊക്കെ എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തെ എന്താണ് B2B എന്നുള്ളതാണ്, ബിസിനസ് ടു ബിസിനസ്. അതായത് സിസ്കോ, ഉദാഹരണത്തിന് സിസ്കോ പോലുള്ള കമ്പനി, സിസ്കോ എന്ത് ചെയ്യണം മറ്റൊരു കമ്പനിക്ക് ഇന്റർനെറ്റ് പോലുള്ള കാര്യങ്ങൾ സർവ് ചെയ്യും. പിന്നെയാണ് നമുക്ക് സുപരിചിതമായിട്ടുള്ള കാര്യങ്ങൾ B2C. ആമസോൺ ഉദാഹരണത്തിന് ആമസോൺ എന്താണ് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങുന്നതാണ് B2C എന്ന് പറയുന്നത്, ബിസിനസ് ടു കൺസ്യൂമർ. C2C എന്ന് പറയുന്നത് എന്താണ് നമ്മളിപ്പോ ഫോണ് അതുപോലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മളിപ്പോ പഴയ ഫോൺ നമ്മളിപ്പോ ഓൺലൈനിലൂടെ നമ്മൾ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് ആണ് നമുക്ക് ഇ കൊമേഴ്സ് എന്തെല്ലാം കാര്യം ചെയ്യുന്നുണ്ട്. ഒന്നാമത് ചീപ്പ് റേറ്റ്, തുച്ഛമായ വില. പിന്നെ അതുപോലെ തന്നെ എന്താണ് മോർ എഫിഷ്യൻസി ഡിസ്ട്രിബ്യൂഷൻ, അതായത് കാര്യക്ഷമമായ വിതരണം. പിന്നെ എന്താണ് മാർക്കറ്റിൽ അതിന്റെ സാന്നിധ്യം എന്താണ് വർദ്ധിപ്പിക്കുക മുതലായ കാര്യങ്ങളാണ് എന്ന് പറയുന്നത് ഇ കോമേഴ്സിന്റെ മീനിങ് ആയിട്ട് പറയാൻ. അപ്പൊ നമുക്ക് അടുത്ത കാര്യം നോക്കാനുള്ളതാണ് ഇ കോമേഴ്സിന്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത്.
അതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഈ ബിസിനസിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇ കൊമേഴ്സിന് കുറച്ച് ആളുകൾ ഒരു ഡെഫിനേഷൻ ആയിട്ട് നമ്മൾ തന്നിട്ടുണ്ട്. നമുക്ക് ആ എന്താണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് ആരാണ്? വ്ളാഡിമർ പറയുന്നത് e-commerce is sharing business information, maintaining business relationship and conducting business transactions by means of telecommunication network. Telecommunication network എന്തുണ്ടാക്കുക? ഷെയറിംഗ് ബിസിനസ് ഇൻഫർമേഷൻ, ബിസിനസിന്റെ വിവരങ്ങൾ ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്? മെയിൻറ്റെയിനിങ് ബിസിനസ് റിലേഷൻഷിപ്പ്, ബിസിനസ്സിലെ റിലേഷൻഷിപ്പുകളെ നമുക്ക് എന്താക്കാൻ പറ്റും? നിലനിർത്താൻ പറ്റും. പിന്നെ എന്താണ്? കണ്ടക്ടിങ് എ ബിസിനസ് ട്രാൻസാക്ഷൻ, ബിസിനസ് ട്രാൻസാക്ഷൻ നടപ്പിലാക്കാൻ പറ്റുന്നതാണ് പറയുന്നത്, വ്ളാഡിമർ പറയുന്നത്. ഇനി അടുത്ത ആളുകളാണ് എന്ത്? ഈ ടർബനും ജേലിയും ഡി കിങ്ങും HM ചങ്ങം പറയുന്നത് എന്താണ്? Electronic commerce is where business transactions take place. ഇവ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, എക്സ്പെഷ്യലി എന്താണ്? ദ ഇന്റർനെറ്റ്. അപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ വഴി എന്താണ്? ബിസിനസ് ട്രാൻസാക്ഷൻ നടത്തുന്നതിനാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇതിലൂടെ ഇന്റർനെറ്റിലൂടെ എന്നാണ് ആര് പറയുന്നത്? ഇവരെല്ലാവരും പറയുന്നത്. ഈ ടെർമനും ജേലിയും ഡീക്കിങ്ങും എല്ലാം പറയുന്നത് എന്താണ്? ബിസിനസ് ട്രാൻസാക്ഷൻ എങ്ങനെ ടെലികമ്മ്യൂണിക്കേഷൻ വഴി ബിസിനസ് ട്രാൻസാക്ഷൻ നടത്തുന്നതിനാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്റർനെറ്റ് വഴി നടത്തുന്നതിനാണ് പറയുന്നത് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇനി പി ടൈമേഴ്സ് പറയുന്നത് എന്താണ്? ഇ കൊമേഴ്സ് is about doing business electronically. നമ്മൾ ചെയ്യുന്ന എല്ലാ ബിസിനസ് കാര്യങ്ങളും എന്താണ്? ഇലക്ട്രോണിക്കലി ആവണം എന്നാണ് ആര് പറയുന്നത്? പി ടൈമേഴ്സ് പറയുന്നത്. അപ്പൊ അടുത്തതായിട്ട് പറയുന്നതാണ് അനിത റോസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കോമേഴ്സ്, ഈസി ആൻഡ് ഷോർട്ട് ആട്ടോ. ഓർ e-commerce is refers to a wide range of online business activity for product and service. ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും എന്താണ്? ബിസിനസിന്റെ പ്രവർത്തനം എന്താണ്? വിശാലമായ ശ്രേണിയാകുന്നത് ഇ കൊമേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കൊമേഴ്സ് എന്നുള്ളതാണ് ആര് പറയുന്നത്? അനിത റോസ് പറയുന്നത്. ഇനി അടുത്തതാണ് എന്താണ്? വൈഡ് റേഞ്ച് ഓഫ് ഓൺലൈൻ ബിസിനസ് എന്നാണ് ആര് പറയുന്നത്? അനിത റോസ് പറയുന്നത്. അതുപോലെ തന്നെ ഇനി അടുത്തതാണ് ബെൽജിയയിലും സെർബിയയും. അതെന്ന് പറയുന്നത് it pertains to any form of business transaction in which the parties interact electronically rather than by physical exchange or direct physical contact എന്നാണ് പറയുന്നത്. ഭൗതികപരമായോ അല്ലെങ്കിൽ എന്താണ് സാധാരണ രീതിയിൽ കക്ഷികൾ സ്വയം പോയി ശാരീരികമായി ഇന്ററാക്ട് ചെയ്യുന്നതോ അല്ല, മറിച്ച് എന്താണ്? കക്ഷികൾ എന്താണ്? ഇലക്ട്രോണിക്കലി ഇന്ററാക്ട് ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറയുന്നതാണ് ആര് പറയുന്നത്? സെർബിയയും ബെൽജിയസും പറയുന്നത്. ഇനി അടുത്തതാണ് തോമസ് എന്താ പറയുന്നത്? ഇലക്ട്രോണിക് കൊമേഴ്സ് is usually associated with a buying and selling over the internet. ഇലക്ട്രോണിക് കൊമേഴ്സ് സാധാരണയായിട്ട് എന്താണ്? ഇന്റർനെറ്റിലൂടെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് എന്ന് പറയുന്നത് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്? കോർഡിനേറ്റ് എനി ട്രാൻസാക്ഷൻ ഇൻവോൾവിംഗ് ദ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. എന്താ ഓണർഷിപ്പ് കൈമാറുന്ന പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് അടുത്തത്. പിന്നെ എന്താണ്? റൈറ്റ് ടു യൂസ് ദ ഗുഡ്സ് എന്നുള്ളതാണ്. റൈറ്റ് എന്ന് ചെയ്യാൻ ഗുഡ്സ് യൂസ് ചെയ്യാനുള്ള അവകാശം അയാൾക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ എന്താണ്? അല്ലെങ്കിൽ സർവീസസ് ത്രൂ
സർവീസസ് ത്രൂ എ കമ്പ്യൂട്ടർ മീഡിയേറ്റ് നെറ്റ്വർക്ക്. കമ്പ്യൂട്ടർ മാധ്യമ നെറ്റ്വർക്ക് വഴി എന്താക്കുക, അയാൾക്ക് സർവീസ് ലഭിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇതൊക്കെയാണ് ആര് പറയുന്നത്? തോമസ് എൽവൻ പറയുന്നത്. അടുത്തതായിട്ട് ഇനി നമ്മൾ ലാസ്റ്റ് ഡെഫിനിഷൻ ആണ്. ഈ ഡെഫിനിഷൻ എന്താണ്? ഏറ്റവും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്ന ഡെഫിനിഷൻ നോക്കാം. ഒന്നാമതായിട്ട് പറഞ്ഞാൽ ഇമ്മാനുവൽ ലെനായും പിന്നെ റൂബി കുവാംബോ സോറയുടെ എന്താണ് പറഞ്ഞത് ഈ ഡെഫിനിഷൻ പറയുന്നത്. ഡെഫിനിഷൻ e-commerce is the use of electronic communication and digital information processing technology in business transaction to create or transform and redefine the relationship of value created between or among organization and between organization and individual. സ്ഥാപനങ്ങൾ, അതായത് ഓർഗനൈസേഷൻ സംഘടനകൾ അല്ലെങ്കിൽ സംഘടനകൾ വ്യക്തികളുമായിട്ട് എന്ത് ചെയ്യാം, റീഡിഫൈൻഡ് റിലേഷൻഷിപ്പ് വാല്യൂ ക്രിയേഷൻ എന്ത് ചെയ്യാം, പുനഃക്രമീകരിക്കുക. റിലേഷൻഷിപ്പ് പുനഃക്രമീകരിക്കുക, വേരിയബിൾ ആയിട്ടുള്ള റിലേഷൻ ക്രിയേറ്റ് ചെയ്യുക, റീഡിഫൈൻ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷനും ഉണ്ടാവുക. എങ്ങനെ? ക്രിയേറ്റ് ബിസിനസ് ട്രാൻസാക്ഷൻ, ബിസിനസ് പരമായിട്ടുള്ള ട്രാൻസാക്ഷനുകളുണ്ട്. എങ്ങനെയൊക്കെ? ഡിജിറ്റൽ ഇൻഫർമേഷനും അതുപോലെ തന്നെ എങ്ങനെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനും പോലുള്ള കാര്യങ്ങളിലൂടെ എങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്റെ ബിസിനസ് ട്രാൻസാക്ഷൻ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോ പണ്ട് കാലത്ത് നമ്മളെന്താക്കും, ഒരു സിനിമ കാണണമെങ്കിൽ നമ്മളിപ്പോ CD വാങ്ങും അല്ലെ? CD വാങ്ങി അപ്പൊ നമ്മൾ ആ CD വാങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും, അയാളുമായിട്ടുള്ള ആ സമയത്ത് അയാളായിട്ട് ബന്ധമാണ്. അത് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അയാളായിട്ട് ബന്ധമാണ്. നമ്മള് വേറൊരാളുടെ അടുത്ത CD വേണ്ടി പോവാം. എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് ഓൺലൈനായിട്ട് നമ്മളിപ്പോ നെറ്റ്ഫ്ലിക്സോ അല്ലെങ്കിൽ അതുപോലെ വേറെ പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, അതുപോലെ ഏത് പ്ലാറ്റ്ഫോം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവരെ നമുക്ക് എന്ത് ചെയ്യും, വീണ്ടും ഞമ്മൾക്കുള്ള ഇന്ററാക്ട് ചെയ്യും. അതായത് ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് തന്നെ ചോദിക്കും, നമുക്ക് വേണ്ട സാധനങ്ങൾ ഇങ്ങനെ ഇട്ട് എന്നിട്ട് ഒരു പറയുന്നത് ഈ ഇത്ര പൈസ തന്നാൽ മതി അവസാനത്തേക്ക്. അപ്പൊ അതെന്താണ്? റിലേഷൻഷിപ്പ് എന്ത് ചെയ്യും, വേരിയബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുന്നത്, കീപ്പ് ചെയ്യുന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ് എന്നുള്ളത് നമ്മുടെ ഡെഫിനേഷൻ എന്നുള്ളത്. എല്ലാവർക്കും എല്ലാം മനസ്സിലായിരുന്നതായിരുന്നു. സോ let's wind up here.